എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈഫ് ഓഫ് അനന്തു എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അനന്തുവിനെ തേടിയെത്തിയ ഭാഗ്യദേവതയാണ് ദിയാകൃഷ്ണ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കുവാൻ സാധിക്കുമോ? അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് ആ ഭാഗ്യദേവതയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ അനന്തുവിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അനന്തുവിന്റെ വീഡിയോകൾ ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാളാണ്. നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം തൻ്റെ ചാനലിൽ ഈ ദിയാകൃഷ്ണയുടെ ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് 1-2 വീഡിയോകൾ ചെയ്യുകയും അത് നല്ല രീതിയിൽ റീച്ച് ആവുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ ദിയാകൃഷ്ണ തൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇടുകയും ഇദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഈ ദിയാകൃഷ്ണയുടെ പരാതി ഉണ്ടാകുകയും പോലീസ് ഇടപെട്ട് ഈ അനന്തുവിനെ കൊണ്ട് ഈ വീഡിയോകൾ തൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് അനന്തു തൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ അനന്തുവിനെ കാണുന്ന ഒരു ശരീരഭാഷയും ഒരു സംസാര രീതിയുമല്ല അതിലുള്ളത്. വളരെ ഭയപ്പാടോട് കൂടിയാണ് ആ ഒരു വിഷയത്തിൽ ഈ അനന്തു സംസാരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനന്തുവിനെ തേടിയെത്തിയ ഒരു ഭാഗ്യ ദേവത തന്നെയാണ് ഈ ദിയാകൃഷ്ണ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അനന്തു ഈ വിഷയം കൈകാര്യം ചെയ്തത് പെട്ടെന്നായിപ്പോയി, ധൃതി പിടിച്ചായിപ്പോയി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് ഈ വീഡിയോകൾ ഇത്ര പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് ഇതിനെ നിയമപരമായിട്ട് അവർ നേരിടുന്ന സമയത്ത് അതേ രീതിയിൽ തന്നെ നിയമപരമായിട്ട് നേരിടണം. അതിൻ്റെ ഒരു ഗുണം, ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത് ഈ അനന്തുവിനായിരിക്കും. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള മില്യൺ കണക്കിന് ആളുകൾ യൂട്യൂബിൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ചാനലുകൾ തുടങ്ങുന്നത് 2 കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ്. ഒന്ന് പണം, രണ്ടാമത്തേത് പോപ്പുലാരിറ്റി എന്ന് പറയുന്ന കാര്യം. ഈ പണം എന്ന് പറയുന്ന കാര്യം ഈ യൂട്യൂബിൽ നല്ല രീതിയിൽ ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. അപ്പോൾ ആ ഒരു ചാനലൊക്കെ മോണിറ്റൈസ് ചെയ്ത് ഇങ്ങനെ വീഡിയോകളൊക്കെ വൈറലായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പണം വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പോപ്പുലാരിറ്റി അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. ഇപ്പോൾ അനന്തുവിൻ്റെ ചാനൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏകദേശം 1,70,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ കേരളത്തിൽ തന്നെ എത്രയോ കോടി ആളുകളുണ്ട് ഈ യൂട്യൂബ് ചാനലുകൾ കാണുന്ന ആളുകൾ. അപ്പോൾ അതിലെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ ഈ അനന്തുവിനെ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സിനെയും. യൂട്യൂബ് തന്നെ ഏകദേശം 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളെയാണ് വലിയ ചാനലുകളായിട്ട് പരിഗണിക്കുന്നത്. അതിൽ താഴെയുള്ള ചാനലുകളൊക്കെ ചെറിയ ചാനലുകളായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ യൂട്യൂബേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് പണത്തിലും അതുപോലെ തന്നെ പോപ്പുലാരിറ്റിയിലുമാണ്. അപ്പോൾ നമുക്കൊന്ന് പിന്നോട്ട് സഞ്ചരിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാര്യം മനസ്സിലാവും. യൂട്യൂബിൻ്റെ പിന്നോട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ 2 ഉദാഹരണമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതിലെ ഒന്നാമത്തെ ഉദാഹരണം ഈബിൾ ജെറ്റിനെ കുറിച്ചാണ്. അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അത് ട്രാവൽ സംബന്ധമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അതിങ്ങനെ തുടങ്ങി അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുകയും അവരിങ്ങനെ യാത്ര നടത്തുകയും അവരുടെ ചാനലിന് വരുമാനം വരികയും ചെയ്തു. എന്നാൽ യൂട്യൂബ് കാണുന്ന കുറേ ആളുകൾക്ക് മാത്രമേ അവരെ തിരിച്ചറിഞ്ഞുള്ളൂ, അവരെ മനസ്സിലാക്കുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ യൂട്യൂബിൻ്റെ പുറത്തേക്ക് വലിയൊരു ലോകമുണ്ട്. വലിയൊരു പോപ്പുലാരിറ്റിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു ലോകം ഇങ്ങനെ കിടക്കുന്നു. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂട്യൂബ് കാണാത്ത ലക്ഷക്കണക്കിന് ആളുകൾ വെളിയിലുണ്ട് എന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ ഈബിൾ ജെറ്റിനെ പോപ്പുലാരിറ്റിയിലേക്ക് നയിച്ചത് ഒരു പ്രധാനപ്പെട്ട സംഭവം, അവരുടെ ഒരു വണ്ടി MBD പിടിക്കുകയും അതിനെ തുടർന്ന് അവർ ഈ MBDയുടെ ഓഫീസിലെത്തി വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ അത് കവർ ചെയ്യുകയും അങ്ങനെ കുറേ ദിവസം ഇങ്ങനെ പത്രത്തിലും അതുപോലെ തന്നെ TV-യിലൊക്കെ ഇത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുകയും അങ്ങനെ വലിയ രീതിയിൽ ഇവർ പോപ്പുലാരിറ്റിയിലേക്ക് ഉയരുകയും ചെയ്തു. രണ്ടാമത്തെ ഉദാഹരണം അശ്വന്ത് കോക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. അദ്ദേഹം ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു സിനിമ റിവ്യൂവിന് കൂടിപ്പോയി 5 ലക്ഷം അല്ലെങ്കിൽ കൂടിപ്പോയി 10 ലക്ഷം ആളുകൾ അത് കാണും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യൂട്യൂബ് കാണാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ അശ്വന്ത് കോക്കിനെ അറിയത്തില്ല. പിന്നീട് ഈ കേരളത്തിലുള്ള ആളുകൾ മുഴുവനും അശ്വന്ത് കോക്കിനെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് യൂട്യൂബിന് പുറത്തേക്കുള്ള ഒരു പോപ്പുലാരിറ്റി എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം സിനിമ റിവ്യൂ ചെയ്യുന്നതുമായിട്ട് സംബന്ധിച്ച് സിനിമാക്കാരുമായിട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാകുകയും അത് പത്രമാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുകയും അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തതിന് ശേഷം ഇവിടുത്തെ പൊതുജനങ്ങളെല്ലാം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തേടി ചില ആളുകൾ യൂട്യൂബിൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലുള്ള ആ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കുകയും അദ്ദേഹം ആ രീതിയിൽ വലിയ പോപ്പുലാരിറ്റിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി വീണ്ടും നമുക്ക് അനന്തുവിൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. അനന്തു ഈ വീഡിയോ ചെയ്തത് ഒരു സാധാരണ യൂട്യൂബർക്കെതിരെയല്ല. അതായത് ഈ പെൺകുട്ടിയുടെ ഫാദർ ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു കക്ഷിയെ എതിർക്കുന്ന 2 വലിയ കക്ഷികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ അനന്തു ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ
അനന്തുവിനെതിരെ കേസെടുക്കും. അപ്പോൾ ഇത് വ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമാണ്. അപ്പോൾ ഇത് പത്രമാധ്യമങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയം സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ, അതായത് മനോരമയുടെ ഓൺലൈൻ മാധ്യമങ്ങളും മാതൃഭൂമിയുടെ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഈ ഇത്തരമുള്ള ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ദിയാകൃഷ്ണയുടെ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പരാതി ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോജു ജോർജിന്റെ ഒരു സിനിമയെക്കുറിച്ച് ഒരു പയ്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ജോജു ജോർജ് ഇദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അദ്ദേഹം വിദഗ്ധമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് നൽകി. അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ലഭിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കമില്ല. അപ്പോൾ അദ്ദേഹം നല്ലൊരു പോപ്പുലാരിറ്റിയിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ അനന്തു ഇതിനെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ പോപ്പുലാരിറ്റിയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ജോജോ ജോർജിന്റെ സിനിമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ട ഈ പയ്യനും അതുപോലെ തന്നെ ഈബിൾ ജെറ്റും അശ്വന്ത് ഗോക്കൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഇത്തരം സാഹചര്യങ്ങളെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ച് അവരുടെ പോപ്പുലാരിറ്റി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു രീതിയിൽ അനന്തുവിനും ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. എന്നാൽ അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്, അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇന്ന് ലോകത്തുള്ള സകല ആളുകളും ഇത്തരം സാഹചര്യങ്ങളെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ച് അവരവരുടെ പോപ്പുലാരിറ്റി ഉയർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. ഞാൻ ഉദ്ദേശിച്ചത് യൂട്യൂബിൻ്റെ പുറത്തുള്ള പോപ്പുലാരിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ അനന്തുവിനെ സംബന്ധിച്ച് ഈ ദിയാകൃഷ്ണ എന്ന് പറയുന്നത് ഒരു ഭാഗ്യദേവതയായിരുന്നു. അത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഈ അനന്തുവിന് സാധിച്ചില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല.